അതേസമയം വലിയ ആശങ്കയായി മാറിയിട്ടുള്ളത് ലോട്ടറിക്ക് GST കൂടി. ബാക്കി സാധനങ്ങൾക്കൊക്കെ വില കുറയും. 99% സാധനങ്ങൾക്കും കൃത്യമായിട്ട് എണ്ണിയെടുത്ത 413 സാധനങ്ങൾക്കാണ് വില കുറയാൻ പോകുന്നത് കേട്ടോ. 413 സാധനങ്ങൾ, ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് നമ്മൾ പറഞ്ഞാൽ എല്ലാ സാധനങ്ങളുടെയും വില കുറയും. എന്നാൽ ലോട്ടറിയുടെ വില കൂടുമോ എന്നുള്ളതായിരുന്നു ഒരു ആശങ്ക. കാര്യം ലോട്ടറിയുടെ GST 28% ആയിരുന്നത് 40% വർദ്ധിപ്പിച്ചു. പക്ഷേ സംസ്ഥാനത്ത് ടിക്കറ്റിന് വില കൂട്ടില്ല എന്നാണ് ധനമന്ത്രി പറയുന്നത്. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാതെ GST വർധനയുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യാനാണ് സർക്കാരിന്റെ നീക്കം. സമ്മാനത്തുകയിലും ഏജന്റുമാരുടെ കമ്മീഷനിലും മാറ്റം വരുത്തും. തിരുവനന്തപുരത്തെ ഒരു ലോട്ടറി കടയിൽ നിന്ന് നമ്മുടെ അരുൺ സോളമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നവരാത്രി തുടങ്ങുകയാണ്. അതിനേക്കാൾ ലോട്ടറി അടിച്ചതുപോലെയാണ്. 413 സാധനങ്ങൾക്ക് ഇന്ന് മുതൽ വില കുറയാൻ പോകുന്നു. ലോട്ടറിക്ക് മാത്രമാണ് വില കൂടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നത്. എന്നാൽ ലോട്ടറി വില കൂടിയിട്ടില്ല. കച്ചവടം കുറഞ്ഞിട്ടുണ്ടോ? അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അട്ടക്കുളങ്ങര ഭഗവതി ലോട്ടറി ഏജൻസിയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വലിയ ഭാഗ്യം നേടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏജൻസി കൂടിയാണ്. ഇവിടെ സൂചിപ്പിക്കേണ്ടത് പ്രധാനമായും ഈ ലോട്ടറിയുടെ GST നിരക്ക് ഇപ്പോൾ കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. ഇതിൽ 28% ഇപ്പോൾ 40% ഉയർത്തിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും സംസ്ഥാന സർക്കാർ ഇതിന്റെ ടിക്കറ്റിന്റെ നിരക്ക് ഇപ്പോൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ടിക്കറ്റ് നിരക്കിന് ഒരു മാറ്റവുമില്ല. പക്ഷെ അതേസമയം ടിക്കറ്റിന്റെ സമ്മാനങ്ങളുടെ എണ്ണം അത് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്. ഇന്നിപ്പോൾ സുവർണ കേരളമാണ് ടിക്കറ്റിന്റെ ഒരു ദിവസം. അപ്പോ സുവർണ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. ഈ 1 കോടി രൂപ സമ്മാനത്തിലൊന്നും തന്നെ വ്യത്യാസമില്ല. പക്ഷെ അതേസമയം ഇതിൽ 5000 രൂപയുടെയും 1000 രൂപയുടെയും സമ്മാനങ്ങൾ വലിയ രീതിയിൽ ഒരു വെട്ടിക്കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ 5000 രൂപയുടെ എന്ന് പറയുമ്പോൾ 21,600 പേർക്കായിരുന്നു ആ സമ്മാനം കിട്ടിയിരുന്നത്. പക്ഷേ നിലവിൽ പുതിയ GST നിരക്ക് വരുമ്പോൾ അതിൽ കാര്യമായ മാറ്റം വന്നിരിക്കുന്നത് 20,520 പേർക്ക് മാത്രമായിരിക്കും ഇനി ഈ 5000 രൂപയുടെ സമ്മാനം കിട്ടുക. മറ്റൊന്ന് 1000 രൂപയുടെ സമ്മാനമാണ്. 1000 രൂപയുടെ സമ്മാനം 32,400 രൂപയായിരുന്നു. അതിപ്പോൾ ഇനി വരാനിരിക്കുന്നത് 27,000. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 6,740 വരുന്ന സമ്മാനങ്ങൾ കുറഞ്ഞു. മറ്റൊന്ന് ഈ ടിക്കറ്റ് വിൽപ്പനക്കാരാണ്. അത് വിൽക്കുമ്പോൾ തന്നെ ഒരു ടിക്കറ്റിന് 75 പൈസ കിട്ടിക്കൊണ്ടിരുന്നു. അതിപ്പോൾ അതിലും കുറവ് സംഭവിച്ചു. മറ്റൊന്ന് ഏജൻസികൾക്ക് കിട്ടുന്ന കമ്മീഷൻ, അത് മുൻപ് കിട്ടിയിരുന്നത് 12% കമ്മീഷൻ കിട്ടിയിരുന്നു. അതിനി 9% കുറച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. 413 ഐറ്റങ്ങൾക്കാണ് വില കുറയാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒരുപാട് കുറയും. എത്ര ശതമാനമാണ് കുറയുന്നത് എന്നുള്ളതിന്റെ കണക്കുകൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. വിശദമായി ആ കണക്കുകൾ ഞാൻ പറയാം. ഇന്ന് പത്രങ്ങളൊക്കെ ആ വാർത്തയെ ആഘോഷിച്ചിരിക്കുന്നത് പരിഷ്കരണം ഇന്നു മുതൽ GST 2.0 ധമാക്ക എന്ന ഒരു തലക്കെട്ടാണ് മാതൃഭൂമി ഈ വിലക്കുറവിന് കൊടുത്തിരിക്കുന്നത്. 413 ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. ഇനി സമ്പാദ്യ ഉത്സവം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഫീഡിംഗ് ബോട്ടിൽ, കുട്ടികൾക്കുള്ള നാപ്കിൻ, ക്ലിനിക്കൽ ഡയപ്പർ, തുന്നൽ യന്ത്രങ്ങൾ, വിഭാഗങ്ങൾ ഇതെല്ലാം 5% കുറയും. മാപ്പ്, ചാർട്ട്, ഗ്ലോബ്, കുട്ടികൾക്ക് പഠിക്കാനുള്ള സാധനങ്ങൾക്ക് ഇനി GST ഉണ്ടാവില്ല, 0% ആകും. AC, LED, LCD TVകൾ ഇതെല്ലാം 18% കുറയും. വലിയ മാറ്റമാണ്. 18% വരും. 28% ആയിരുന്നത് 18% മാറും. എന്ന് പറഞ്ഞാൽ 10% കുറവുണ്ടാവും. 50,000 രൂപയുടെ TV വാങ്ങിയ 5,000 രൂപയുടെ കുറവ് TVയുടെ കാര്യത്തിൽ മാത്രം ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്.